കോമ്പറ്റീറ്റർ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് ഈ ഫസ്റ്റ് കോളം ശ്രദ്ധിക്കാം. 1 2 3 4 5 ക്ലാസ് നമ്പർ എന്ന് പറഞ്ഞിട്ടിരിക്കുന്നു. സെക്കൻഡ് കോളം ആ ക്ലാസ് നമ്പറിന് അനുസരിച്ചുള്ള മാർക്കാണ് തന്നിരിക്കുന്നത്. സോ ഈ ഫസ്റ്റ് കോളത്തെ, അതായത് ക്ലാസ് നമ്പർ എന്ന് പറയുന്നതിനെ വേരിയബിൾസ് എന്ന് പറയുന്നു. ഈ വേരിയബിൾസിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാർക്ക്, അതിനെയാണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഈ ഒരു ടേബിളിനെയാണ് ഫ്രീക്വൻസി ടേബിൾ എന്ന് പറയുന്നത്. സോ ഇത് വെച്ചിട്ടായിരിക്കും നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതിൽ ഈ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്ലാസ്സസ് ഉണ്ട് ഇനി. അപ്പം അതിൽ മെയിനായിട്ട് വരുന്നത് ഡിസ്ക്രീറ്റ് സീരീസും കണ്ടിന്യൂസ് സീരീസും ആണുള്ളത്. അപ്പോൾ ഈ ഡിസ്ക്രീറ്റ് സീരീസ് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്. ഇൻഡിവിജ്വൽ സീരീസ് ഉണ്ട്, ഡിസ്ക്രീറ്റ് സീരീസ് ഉണ്ട്. കണ്ടിന്യൂസ് സീരീസിലാണെങ്കിൽ കണ്ടിന്യൂസ് ഓർ എക്സ്ക്ലൂസീവ് സീരീസ് എന്ന് പറയും. ഇൻക്ലൂസീവ് സീരീസ്, പിന്നെ ക്യുമുലേറ്റീവ് സീരീസ്, ഓപ്പൺ ആൻഡ് ക്ലാസ് സീരീസ്, ഇത്രയും സീരീസ് ആണുള്ളത്. അപ്പം ഇനി നമുക്ക് ഈ ഓരോന്നിനും എക്സാമ്പിൾ നമുക്ക് നോക്കാം. അതിനു മുന്നേ ഈ ഇൻഡിവിജ്വൽ സീരീസും ഡിസ്ക്രീറ്റ് സീരീസും ഇതിനെ അൺഗ്രൂപ്ഡ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻസ് എന്നാണ് പറയുന്നത്. ഈ കണ്ടിന്യൂസ് സീരീസിൻ്റെ ഇത്ര എണ്ണം, അതായത് 4 എണ്ണം, കണ്ടിന്യൂസ് സീരീസ്, ഇൻക്ലൂസീവ് സീരീസ്, ക്യുമുലേറ്റീവ് സീരീസ് ആൻഡ് ഓപ്പൺ ആൻഡ് ക്ലാസ് സീരീസ്, ഇതിനെ ഗ്രൂപ്പ്ഡ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്നാണ് പറയുന്നത്. സോ ഇനി നമുക്ക് ഇതിൻ്റെ എക്സാമ്പിളിലേക്ക് പോകാം. നമ്മൾ ഇനി എക്സാമ്പിളിലേക്ക് പോവുകയാണ്. ഫസ്റ്റ് വൺ ഇൻഡിവിജ്വൽ സീരീസ്. ഇൻഡിവിജ്വൽ സീരീസിന് എക്സാമ്പിളാണ് ഇത്. അതായത് കുറച്ച് ഒബ്സർവേഷൻസ് മാത്രം, അതായത് കറസ്പോണ്ടിങ് ഫ്രീക്വൻസീസ് ഒന്നുമില്ല, ജസ്റ്റ് കുറേ ഒബ്സർവേഷൻസ് മാത്രമേ ഉള്ളൂ എങ്കിൽ അത് ഇൻഡിവിജ്വൽ സീരീസ് ആയിരിക്കും. ഇനി ഡിസ്ക്രീറ്റ് സീരീസ്. ഡിസ്ക്രീറ്റ് സീരീസ് വരുമ്പോഴത്തേനും മാർക്കും കാണും, അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസിയും കാണും. അതായത് വേരിയബിളും കാണും, ഫ്രീക്വൻസിയും കാണും. എക്സാമ്പിളായിട്ട് മാർക്ക് 2 4 8 10 അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസി, അതായത് ഇത് വേരിയബിൾസ് ആണ്, കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസി. അപ്പോൾ നമ്മൾ എടുത്തെഴുതുമ്പോഴത്തേനും ഇത് എക്സ് എന്ന് പറഞ്ഞ് എഴുതുന്നു, ഇത് എഫ് എന്ന് പറഞ്ഞ് എഴുതുകയാണ് ചെയ്യുന്നത്. ഇനി കണ്ടിന്യൂസ് സീരീസിലേക്ക് പോവുകയാണെങ്കിൽ കണ്ടിന്യൂസ് സീരീസിൽ നമുക്ക് മാർക്ക് തരിക എന്ന് പറഞ്ഞാൽ സെർട്ടൈൻ ഇൻ്റർവെല്ലിനുള്ളിലായിരിക്കും തന്നിരിക്കുന്നത്. അതായത് 10 to 20, അതായത് 10 തൊട്ട് 20 വരെ മാർക്കുള്ളവരെല്ലാം ഈ 10 to 20 ഉണ്ടാവും. അങ്ങനെ 5 പേരാണ് ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനെയുള്ള കേസ് വന്നു കഴിയുമ്പോഴത്തേനും നമുക്ക് എക്സ് വാല്യൂ കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടണില്ലല്ലോ. അപ്പം അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മൾ ഈ ഇൻ്റർവെല്ലിൻ്റെ മിഡ് എക്സ് ആണ് കണ്ടുപിടിക്കുന്നത്. ഈ 10 എന്ന് പറയുന്നത് ഈ ഇൻ്റർവെല്ലിൻ്റെ ലോവർ ലിമിറ്റ്, ഈ 20 എന്ന് പറയുന്നത് അപ്പർ ലിമിറ്റ്. അപ്പം മിഡ് എക്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൂടെ ആഡ് ചെയ്യുക, ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോഴത്തേനും നമുക്ക് മിഡ് എക്സിൻ്റെ വാല്യൂ കിട്ടും. അപ്പോൾ ആ മിഡ് എക്സ് വെച്ചായിരിക്കും നമ്മൾ പ്രോബ്ലംസ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസിയാണ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത്. ഇനി കണ്ടിന്യൂസ് സീരീസ് അടുത്തതാണ് ഇൻക്ലൂസീവ് സീരീസ്. ഈ കണ്ടിന്യൂസ് സീരീസും ഇൻക്ലൂസീവ് സീരീസും തമ്മിൽ വ്യത്യാസം എന്താ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടിന്യൂസ് സീരീസിൽ എങ്ങനെ വന്നാക്കുന്നത് 10 to 20, ഈ 20യിൽ നിന്നാണ് അടുത്തത് തുടങ്ങിയാക്കുന്നത്. 20 to 30, ഈ 30യിൽ നിന്നാണ് അടുത്ത ക്ലാസ് ഇൻ്റർവെൽ തുടങ്ങിയാക്കുന്നത്. ഇനി ഇൻക്ലൂസീവ് വരുമ്പോഴത്തേനും ഇങ്ങനെ ആയിരിക്കുമല്ലോ വരുന്നത്. ഈ 20യുടെ സ്ഥാനത്ത് ചിലപ്പം 21 ആയിരിക്കും, കണ്ടിന്യൂസ് ആയിട്ടല്ലായിരിക്കും പോകുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കേണ്ടത് ഇതിൻ്റെ അപ്പർ ലിമിറ്റും ഈ ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റും കൂടെ ചെക്ക് ചെയ്യുക. അപ്പോൾ ഇത് രണ്ടും സെയിം ആണെങ്കിൽ അത് കണ്ടിന്യൂസ് സീരീസ് ആയിരിക്കും, അത് രണ്ടും ഡിഫറെൻ്റ് ആണ് എങ്കിൽ ഇൻക്ലൂസീവ് സീരീസ് ആയിരിക്കും. ഇവിടെ വരുമ്പോൾ 31 to 40, ഇവിടെ വരുമ്പോൾ 41 to 50. ഇതാണ് ഇൻക്ലൂസീവ് സീരീസിന് എക്സാമ്പിൾ വരുന്നത്. ഇങ്ങനെയുള്ള കേസ് വന്നു കഴിയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്? ഇതിന് കണ്ടിന്യൂസ് ആക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ എന്നാ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലോവർ ലിമിറ്റിൽ നിന്ന് 0.5 മൈനസ് ചെയ്യണം. അതുപോലെ തന്നെ ഈ അപ്പർ ലിമിറ്റിൽ നിന്ന് 0.5 ആഡ് ചെയ്യണം. അങ്ങനെ ക്ലാസ് ഇൻ്റർവെൽ ചേഞ്ച് ചെയ്യും. അപ്പോൾ എങ്ങനെ വരും? 9.5 to 20.5 ഇങ്ങനെ റീഅറേഞ്ച് ചെയ്ത് വരും. അടുത്ത കേസ് വരുമ്പോഴത്തേനോ 20.5 to 30.5. അപ്പോൾ ഇതൊരു കണ്ടിന്യൂസ് സീരീസ് ആയില്ലേ. നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോഴത്തേനും കണ്ടിന്യൂസ് സീരീസ് ആയിട്ട് മാറ്റിയതിന് ശേഷം മാത്രമേ ഇൻക്ലൂസീവ് സീരീസിനെ നമ്മൾ അനാലിസിസ് ചെയ്യാവുള്ളൂ. ഇനി അടുത്തതാണ് ക്യുമുലേറ്റീവ് സീരീസ്. ക്യുമുലേറ്റീവ് സീരീസിൽ 2 ടൈപ്പ് സീരീസ് ഉണ്ട്. ഫസ്റ്റ് വൺ ഡൗൺവേർഡ് ക്യുമുലേറ്റീവ് സീരീസ്, സെക്കൻഡ് വൺ അപ്വേർഡ് ക്യുമുലേറ്റീവ് സീരീസ്. ഫസ്റ്റ് നമുക്ക് ഡൗൺവേർഡ് ക്യുമുലേറ്റീവ് സീരീസ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം ഡൗൺവേർഡ് ക്യുമുലേറ്റീവ് സീരീസിൻ്റെ അകത്ത് നമുക്ക് ഇങ്ങനെയായിരിക്കും തന്നിരിക്കുന്ന മാർക്ക് എന്ന് പറഞ്ഞാൽ <10, <20, <30, <40 ഇങ്ങനെയായിരിക്കും നമ്മുടെ മാർക്കിൻ്റെ വാല്യൂ വരുന്നത്. അതുപോലെ നമ്പർ ഓഫ് സ്റ്റുഡൻസ് അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള തന്നിരിക്കും. ഇനി ഇങ്ങനെയുള്ള കേസ് വന്നു കഴിയുമ്പോൾ, അതായത് ഡൗൺവേർഡ് ക്യുമുലേറ്റീവ് സീരീസ് വന്നു കഴിയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് റീഅറേഞ്ച് ചെയ്ത് എഴുതണം, കണ്ടിന്യൂസ് സീരീസ് ആയിട്ട് എഴുതണം. അപ്പോൾ എങ്ങനെ എഴുതും? <10 എന്ന് പറയുമ്പോൾ എങ്ങനെ എഴുതും? 10നെക്കാട്ടിലും കുറവ്, അപ്പം 0 to 10 എന്ന് പറഞ്ഞ് ക്ലാസ് ഇൻ്റർവെൽ വന്നു. <20 കണ്ടിന്യൂസ് ആണ്, ആദ്യത്തെ ഇൻ്റർവെല്ലിൽ അപ്പർ ലിമിറ്റ് 10 ആണ്. അപ്പോൾ സെക്കൻഡ് വൺ വരുമ്പോൾ എങ്ങനെ വരും? 10 തൊട്ട് 20 വരെ. ഇനി അടുത്തതോ <30, അപ്പം 20 to 30 ഈ രീതിയിലായിരിക്കും വരുന്നത്.
ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഫ്രീക്വൻസിയിൽ ചേഞ്ചസ് ഉണ്ടാവും. ഫ്രീക്വൻസിയിൽ ചേഞ്ചസ് ഉണ്ടാകുമ്പോഴത്തേനും എങ്ങനെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ക്ലാസ്സിൻ്റെ ലെസ് ദാൻ 10ൻ്റെ ഫ്രീക്വൻസി 10 ആണ്. അത് അതേപടി നമ്മൾ എഴുതുകയാണ് ചെയ്യുന്നത്. ഇനി അടുത്തത് ലെസ് ദാൻ 20യുടേത് 20 ആണ്. അപ്പോൾ എന്നാ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 20യിൽ നിന്ന് ഈ 10 കുറയ്ക്കണം. അപ്പം നമുക്ക് എത്ര കിട്ടും? 10 കിട്ടും. ഇനി ലെസ് ദാൻ 30, 20 to 30യുടെ വരുമ്പം ഈ 25ൽ നിന്ന് ഈ 20 കുറയ്ക്കണം. ഈ രീതിയിൽ അറേഞ്ച് ചെയ്ത് ഫ്രീക്വൻസി എഴുതുവാണ് ഇവിടെ ചെയ്യുന്നത്. ലെസ് ദാൻ ക്യുമുലേറ്റീവ് സീരീസ് നമ്മൾ ചെയ്യുന്നത്. ഇനി അപ്വേർഡ് ക്യുമുലേറ്റീവ് സീരീസ്, സെക്കൻഡ് വൺ അപ്വേർഡ്. അപ്പോൾ ചേഞ്ച് എന്നാ വരുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ലെസ് ദാൻ്റെ സ്ഥാനത്ത് ഗ്രേറ്റർ ദാൻ ആയിരിക്കും വരുന്നത്. ഗ്രേറ്റർ ദാൻ 10, ഗ്രേറ്റർ ദാൻ 20, ഗ്രേറ്റർ ദാൻ 30 ഈ രീതിയിലായിരിക്കും നമ്മുടെ മാർക്ക് വരുന്നത്. ഇനി കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റുഡൻസ് വന്നു കഴിയുമ്പോഴത്തേനും ഈ വാല്യൂസ് 20, 10, 5 ഈ രീതിയിലാണെന്ന് വിചാരിക്കാം. നമ്പർ ഓഫ് സ്റ്റുഡൻസ് വന്നാക്കുന്നത് ഗ്രേറ്റർ ദാൻ 10ന് 20, ഗ്രേറ്റർ ദാൻ 20ക്ക് 10, ഗ്രേറ്റർ ദാൻ 30ക്ക് 5 ഈ രീതിയിലാണ് വരുന്നത്. ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടത്? കണ്ടിന്യൂസ് സീരീസ് ആയിട്ട് മാറ്റണം. മുമ്പേ ചെയ്ത പോലെ തന്നെ ഗ്രേറ്റർ ദാൻ 10 എന്ന് പറയുമ്പോൾ 10നെക്കാട്ടിലും കൂടുതൽ. അപ്പോൾ ഇവിടുത്തേത് ഗ്രേറ്റർ ദാൻ 20 ആണ് വരുന്നത്. അപ്പോൾ എങ്ങനെ വരും? ആ ക്ലാസ് ഇൻട്രോയിൽ എങ്ങനെ വരും? 10 to 20 വന്നു. അടുത്തതോ 20 to 30 വന്നു, 30 to 40 വന്നു. എല്ലാത്തിൻ്റെയും ക്ലാസ് ഇൻട്രോയിൻ്റെ വിഡ്ത്ത് എത്രയാണ്? 10 ആണ്. അതുകൊണ്ടാണ് ആ രീതിയിൽ നമ്മൾ അറേഞ്ച് ചെയ്ത് എഴുതിയേക്കുന്നത്. ഇനി ഫ്രീക്വൻസി എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുന്നത്തെ നമ്മൾ എങ്ങനെയാണ് ചെയ്തിരുന്നത്? ഫസ്റ്റ് വണ്ണിൻ്റെ അതേപടി എഴുതുകയാണ് ചെയ്തിരുന്നത് അല്ലേ? ഇവിടെ നമ്മൾ എന്നാ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫസ്റ്റ് വണ്ണിൽ നിന്ന് സെക്കൻഡ് വൺ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെ വരും? 10. അടുത്തത് ഈ സെക്കൻഡ് വണ്ണിൽ നിന്ന് തേർഡ് വൺ കുറയ്ക്കുന്നു. 10 - 5, 5. ലാസ്റ്റ് വണ്ണിൻ്റെ അത് അതേപടി എഴുതുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് അപ്വേർഡ് ക്യുമുലേറ്റീവ് സീരീസിനെ നമ്മൾ കണ്ടിന്യൂസ് സീരീസ് ആയിട്ട് മാറ്റുന്നത്. ഇനി ലാസ്റ്റ് വൺ ഏതാ? ഓപ്പൺ എൻഡ് ക്ലാസ്. ഓപ്പൺ എൻഡ് ക്ലാസ്സിൽ ചെറിയൊരു വ്യത്യാസമുള്ള എന്താ? ബിലോ 10 വരും. ഏറ്റവും ലാസ്റ്റത്തെ ക്ലാസ് എന്ന് പറയുന്നത് എബോവ് 30 എന്ന് വരും. അപ്പം നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പേഴ്സ് ഫ്രീക്വൻസി നമുക്ക് തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഇതിനെ ഇതുപോലെ തന്നെ കണ്ടിന്യൂസ് ആക്കി എഴുതുക. ബിലോ 10 എന്ന് പറയുമ്പോഴത്തേനും 0 to 10, ബാക്കിയുള്ളത് അതേപടി എഴുതുവാണ് 20 to 30. ഇനി എബോവ് 30 എന്ന് പറയുമ്പം 30 ആണ്. ഇവിടുത്തെ വിഡ്ത്ത് എത്രയാണ്? 10 ആണ്. സോ 30 to 40 ഈ രീതിയിലാണ് ക്ലാസ് ഇൻട്രോയിൽ എഴുതുന്നതും. ഇനി ഫ്രീക്വൻസിയിൽ ഇവിടെ ചേഞ്ചസ് ഒന്നുമില്ല. ആ ഫ്രീക്വൻസി അതേപടി എഴുതുക. ആകെ ചേഞ്ചസ് വരുന്നത് ക്യുമുലേറ്റീവ് സീരീസിൽ മാത്രമാണ്. സോ അപ്വേർഡ് ക്യുമുലേറ്റീവ് സീരീസും ഡൗൺവേർഡ് ക്യുമുലേറ്റീവ് സീരീസും തമ്മിലുള്ള ഡിഫറൻസ് ഓർത്തിരിക്കുക. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അരിത്തമെറ്റിക് മീൻ എങ്ങനെ കണ്ടുപിടിക്കുന്നത് എന്നുള്ളത് കണ്ടു. എങ്ങനെയായിരുന്നു? സം ഓഫ് ഒബ്സർവേഷൻസ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ്. അപ്പം ഇനി നമുക്ക് കമ്പൈൻഡ് മീൻ കണ്ടുപിടിക്കാം. അതായത് നമുക്ക് 2 സെറ്റ് ഓഫ് ഒബ്സർവേഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പം ഫസ്റ്റ് സെറ്റ് ഓഫ് ഒബ്സർവേഷൻസിൻ്റെ ടോട്ടൽ നമ്പർ, അതായത് ടോട്ടൽ സൈസിനെ ഞാൻ n1 കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ എൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള അരിത്തമെറ്റിക് മീനിനെ ഞാൻ x1 ബാർ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു. ഇനി അതുപോലെ തന്നെ സെക്കൻഡ് സെറ്റിൻ്റെ ടോട്ടൽ നമ്പറിനെ n2 കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു. സ്മോൾ ലെറ്റേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. n2 കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു. അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള അരിത്തമെറ്റിക് മീനിനെ x2 ബാർ എന്ന് ഡിനോട്ട് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ കമ്പൈൻ മീൻ കണ്ടുപിടിക്കാനാണ് നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. സോ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ഇതാണ്. എക്സ് ബാർ ഈക്വൽ ടു, എക്സ് ബാർ എന്ന് പറയുന്നതാണ് കമ്പൈൻ മീൻ, അതായത് ഫസ്റ്റ് സെറ്റിൻ്റെയും സെക്കൻഡ് സെറ്റിൻ്റെയും ടോട്ടൽ മീൻ. അതുകൊണ്ടാണ് അതിന് കമ്പൈൻ മീൻ എന്ന് പറയുന്നത്. എക്സ് ബാർ ഈക്വൽ ടു n1 x1 ബാർ പ്ലസ് n2 x2 ബാർ ഡിവൈഡഡ് ബൈ n1 പ്ലസ് n2. n1 എന്താണ്? ഫസ്റ്റ് സെറ്റ് ഓഫ് ഒബ്സർവേഷൻ്റെ ടോട്ടൽ സൈസ് അല്ലെ ടോട്ടൽ നമ്പർ, x1 ബാർ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള മീന്, പ്ലസ് സെക്കൻഡ് സെറ്റിൻ്റെ സൈസാണ് n2, അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള മീൻ x2 ബാർ ഡിവൈഡഡ് ബൈ ടോട്ടൽ n1 പ്ലസ് n2. ഫസ്റ്റ് സെറ്റിൻ്റെ സൈസ് പ്ലസ് സെക്കൻഡ് സെറ്റിൻ്റെ സൈസ്. ഇങ്ങനെയാണ് കമ്പൈൻ മീൻ കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമ്മുടെ അടുത്ത് ചിലപ്പോൾ കമ്പൈൻ മീൻ കണ്ടുപിടിക്കാനായിരിക്കുമല്ലോ പറയുന്നത്, ചിലപ്പോൾ n1ൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനായിരിക്കും പറയുന്നത്. അപ്പം ആ കേസിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ഈ കമ്പൈൻ മീനിൻ്റെ ഇക്വേഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമുക്കിത് വെച്ചുള്ള പ്രോബ്ലത്തിലേക്ക് നമുക്ക് വരാം. അതിന് മുന്നേ ഇനി അടുത്ത നമ്മൾ അരിത്തമെറ്റിക് മീൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു. എങ്ങനെയാണ്? എക്സ് ബാർ ഈക്വൽ ടു സമ്മേഷൻ i റേഞ്ച് ഫ്രം 1 to extra to n xi by n. ഇനി കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസിയുടെ വന്നു കഴിയുമ്പോഴത്തേനും എക്സ് ബാർ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? എക്സ് ബാർ ഈക്വൽ ടു സമ്മേഷൻ i റേഞ്ച് ഫ്രം 1 to extra to n xi ഇൻറ്റു fi ബൈ സമ്മേഷൻ i റേഞ്ച് ഫ്രം 1 to extra to n fi. ഇതെന്ന് പറയുന്നത് എന്താ? ക്യാപിറ്റൽ N. സം ഓഫ് ഫ്രീക്വൻസിയുടെ സം എന്ന് പറയുന്നത് n ആണ്. ഇങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിച്ചിരുന്നത്. അപ്പം
ഇനി വെയ്റ്റഡ് അരിത്മെറ്റിക് മീനിലേക്ക് വരിക. അപ്പം നമുക്ക് തന്നിരിക്കുന്ന ഒബ്സർവേഷൻസ് എന്ന് പറയുന്നത് x1 x2 എക്സെട്ര xn എന്ന് പറയുന്ന n ഒബ്സർവേഷൻസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ ഒബ്സർവേഷൻ്റെയും കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെയിറ്റ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. സോ വെയിറ്റിനെ ഞാൻ സ്മോൾ ലെറ്റർ w കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു. അപ്പോൾ x1ൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെയിറ്റ് w1, x2ൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള w2 എക്സെട്ര wn. അപ്പം വെയ്റ്റഡ് മീൻ കണ്ടുപിടിക്കുകയാണ് എക്സ് ബാർ. ഈ w കൊണ്ട് ഡിനോട്ട് ചെയ്യുന്ന വെയ്റ്റഡിൻ്റെ മീൻ കണ്ടുപിടിക്കുന്നു, അതുകൊണ്ടാണ് ഞാൻ w കൊണ്ട് ഡിനോട്ട് ചെയ്താക്കുന്നത്. എക്സ് ബാർ കൊണ്ട് ഡിനോട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അപ്പം എക്സ് ബാർ ഈക്വൽ ടു, അപ്പം ഓരോ എക്സ് വാല്യൂവിൻ്റെയും കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെയിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, അതിൻ്റെ ടോട്ടൽ സം എടുക്കുന്നു, ഡിവൈഡഡ് ബൈ വെയിറ്റിൻ്റെ ടോട്ടൽ എടുക്കുന്നു. ഇങ്ങനെയാണ് വെയ്റ്റഡ് അരിത്മെറ്റിക് മീൻ കണ്ടുപിടിക്കുന്നത്. ഇനി അടുത്ത് നമ്മൾ പോകുന്നത് അരിത്മെറ്റിക് മീനിൻ്റെ പ്രോപ്പർട്ടീസിലേക്കാണ്. ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് സം ഓഫ് ഒബ്സർവേഷൻസ് ഫ്രം ദെയർ അരിത്മെറ്റിക് മീൻ ഈസ് 0. അതായത് ഓരോ ഒബ്സർവേഷൻ്റെയും നമുക്ക് കുറച്ച് ഒബ്സർവേഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്നെ കണ്ടുപിടിക്കുക, അരിത്മെറ്റിക് മീൻ കണ്ടുപിടിക്കുക. നമ്മുടെ ഈ മെത്തേഡ്, ഈ ഇക്വേഷൻ ഉപയോഗിച്ച് നമ്മൾ അരിത്മെറ്റിക് മീൻ കണ്ടുപിടിക്കുന്നു. ഇനി ഈ ഓരോ ഒബ്സർവേഷൻ്റെയും അരിത്മെറ്റിക് മീനിൽ നിന്നുള്ള ഡീവിയേഷൻ നമ്മൾ കണ്ടുപിടിക്കുകയാണ്. അതിൻ്റെ ടോട്ടൽ സം എടുത്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് 0 കിട്ടുമെന്നാണ് ഫസ്റ്റ് പ്രോപ്പർട്ടി നമ്മുടെ അടുത്ത് പറയുന്നത്. ഇനി അടുത്തതെന്ന് പറയുന്നത് സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഒബ്സർവേഷൻ ഫ്രം ദെയർ അരിത്മെറ്റിക് മീൻ ഈസ് മിനിമം. എപ്പോഴാ ഈ എ എന്ന് പറയുന്നത് ആവറേജ് എന്നുകൊണ്ട് ഡിനോട്ട് ചെയ്താക്കുന്നു കേട്ടോ. അതായത് എക്സ് ബാർ ഈസ് മിനിമം വെൻ എ ഈക്വൽ ടു എക്സ് ബാർ. ഈ രണ്ടെണ്ണമാണ് അരിത്മെറ്റിക് മീനിൻ്റെ പ്രോപ്പർട്ടീസ് ആയിട്ട് വരുന്നത്. നമുക്കിനി PSC ചോദിച്ച കുറച്ച് ചോദ്യങ്ങളിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ പൊസിഷണൽ ആവറേജ്. അപ്പോൾ നമ്മൾ പഠിച്ചിരുന്നു മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയിൽ 5 മെഷേഴ്സ് ആണുള്ളത്. അരിത്മെറ്റിക് മീന്, മീഡിയന്, മോഡ്, ഹാർമോണിക് മീൻ ആൻഡ് ജോമെട്രിക് മീൻ. ഇതിലെ അരിത്മെറ്റിക് മീനും ജോമെട്രിക് മീനും ഹാർമോണിക് മീനും മാത്തമാറ്റിക്കൽ ആവറേജസും മീഡിയനും മോഡും പൊസിഷണൽ ആവറേജും ആണ് നമ്മൾ പഠിച്ചിരുന്നു. സോ ഇതിൽ ഓപ്ഷൻസ് ഏതൊക്കെയാണ് തന്നിരിക്കുന്നത്? അരിത്മെറ്റിക് മീന്, മീഡിയന്, ജോമെട്രിക് മീൻ, ഹാർമോണിക് മീൻ. അപ്പോൾ നമ്മൾ കണ്ടിരുന്നു അരിത്മെറ്റിക് മീനും ജോമെട്രിക് മീനും ഹാർമോണിക് മീനും മാത്തമാറ്റിക്കൽ ആവറേജസ് ആണെന്ന്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതായിരിക്കും? മീഡിയന്. മീഡിയനും മോഡും ആണ് പൊസിഷണൽ ആവറേജ് എന്ന് പറയുന്നതും അരിത്മെറ്റിക് മീനും ജോമെട്രിക് മീനും ഹാർമോണിക് മീനും മാത്തമാറ്റിക്കൽ ആവറേജസും ആണ്. PSC ചോദിച്ച അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, the mean of 10 observations were found to be 47, but later on verification it was discovered that an observation 43 was wrongly entered as 34. What is the correct value of mean? അതായത് നമുക്ക് ഇപ്പം നമ്മൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ എടുത്തെഴുതാം. അപ്പം എടുത്തെഴുതുമ്പോൾ മീൻ ഓഫ് 10 ഒബ്സർവേഷൻസ്, അതായത് എന്നിൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. എന്താ? 10. സോ n ഈക്വൽ ടു 10. ഇനി മീൻ ഓഫ് 10 ഒബ്സർവേഷൻസ് വെയർ ഫൗണ്ട് ടു ബി 47. അപ്പം മീൻ എങ്ങനെയാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്? എക്സ് ബാർ. സോ എക്സ് ബാറിൻ്റെ വാല്യൂ 47. ഇനി റോങ് ആയിട്ടുള്ള വാല്യൂ ഉണ്ട്, കറക്റ്റ് ആയിട്ടുള്ള വാല്യൂ ഉണ്ട്. അപ്പോൾ റോങ് ആയിട്ടുള്ള വാല്യൂ ഏതാ? ബട്ട് ലേറ്റർ ഓൺ വെരിഫിക്കേഷൻ ഇറ്റ് വാസ് ഡിസ്കവേർഡ് ദാറ്റ് ആൻ ഒബ്സർവേഷൻ 43 വാസ് റോങ്ലി എൻറ്റേർഡ് ആസ് 34. അപ്പോൾ റോങ് ആൻസർ 34ഉം കറക്റ്റ് ആൻസർ 43ഉം. അപ്പോൾ കറക്റ്റ് 43, റോങ് 34. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ക്വസ്റ്റിന് തന്നിരിക്കുന്നത്. എനിക്ക് കറക്റ്റ് മീനാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ഫസ്റ്റ് നമുക്കറിയാം മീൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? എക്സ് ബാർ ഈക്വൽ ടു സമ്മേഷൻ ഐ റേഞ്ച് ബൈ 1 to extra to n xi ബൈ n അല്ലേ? സം ഓഫ് ഒബ്സർവേഷൻസ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ്. അപ്പം ഇനി ഇവിടെ നിന്ന് ഈ എക്സ് ബാറിൻ്റെ വാല്യൂ എന്നിൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ സമ്മേഷൻ എക്സയുടെ വാല്യൂ നമുക്ക് ഇവിടെ നിന്ന് കണ്ടുപിടിക്കത്തില്ലേ? അപ്പോൾ എങ്ങനെ വരും? സമ്മേഷൻ ഐ റേഞ്ച് 1 to extra to n xi, അതായത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം n ഇൻറ്റു എക്സ് ബാർ. ഇനി എന്നിൻ്റെയും എക്സ് ബാറിൻ്റെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ്. എന്നിൻ്റെ വാല്യൂ 10 ഇൻറ്റു എക്സ് ബാർ 47. സോ 470 നമുക്ക് സമ്മേഷൻ എക്സ് ഐ നമുക്ക് കിട്ടി. ഇനി കറക്റ്റഡ് സമ്മേഷൻ എക്സ് ഐ കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും? കറക്റ്റഡ് സമ്മേഷൻ എക്സ് ഐ, അതായത് ടോട്ടൽ സമ്മേഷൻ 470 ആണെന്ന് നമുക്ക് അറിയാം. 470 അതിലെ കറക്റ്റ് ആയിട്ടുള്ള വാല്യൂ 43 ആണ്. അപ്പോൾ 43 ആഡ് ചെയ്യുന്നു. റോങ് ആയിട്ടുള്ള വാല്യൂ 34, അത് മൈനസ് ചെയ്യുവാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് ആൻസർ തന്നെ കിട്ടും. 470 + 43 - 34 എത്ര കിട്ടും? 479 നമുക്ക് കിട്ടി.
അപ്പം സമ്മേഷൻ എക്സ് ഐയുടെ വാല്യൂ നമുക്ക് കിട്ടി. ഇനി കറക്റ്റഡ് മീൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ കറക്റ്റഡ് മീൻ എങ്ങനെ വരും? കറക്റ്റഡ് മീൻ ഈക്വൽ ടു സമ്മേഷൻ I range from 1 to extra to n xi by n. സമ്മേഷൻ എക്സ് ഐയുടെ വാല്യൂ കറക്റ്റഡ് സമ്മേഷൻ എക്സ് ഐ ആണ് ഇത്. അപ്പോൾ കറക്റ്റഡ് മീൻ നമ്മൾ കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ എങ്ങനെ ഇക്വേഷൻ? കറക്റ്റഡ് സമ്മേഷൻ എക്സ് ഐ ബൈ എൻ. അപ്പം കറക്റ്റഡ് സമ്മേഷൻ എക്സ് ഐന് കിട്ടിയത് 479. അപ്പോൾ 479 ബൈ എൻ എന്ന് പറയുന്ന വാല്യൂ 10. സോ ഇതിൻ്റെ വാല്യൂ ഇന്നെ കിട്ടി 47.9. അപ്പം ഇവിടുത്തെ ആൻസർ ഏതാ? ഓപ്ഷൻ എ ആയിരിക്കും ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ അടുത്ത് എടുത്തെഴുതുക. അതിനുശേഷം നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ വെച്ച് സോൾവ് ചെയ്യുകയാണ്. ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് PSC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ ഇതാണ്: എ ക്ലാസ് കൺസിസ്റ്റ് ഓഫ് 100 സ്റ്റുഡൻസ് വിത്ത് ആൻ ആവറേജ് മാർക്ക് ഓഫ് 58. ദി ആവറേജ് മാർക്ക് ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ് ആർ റെസ്പെക്റ്റീവ്ലി 55 ആൻഡ് 60. വാട്ട് ഈസ് ദ പ്രൊപ്പോർഷൻ ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ് ഇൻ ദ ക്ലാസ്? അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ എന്താണ്? എ ക്ലാസ് കൺസിസ്റ്റ് ഓഫ് 100 സ്റ്റുഡൻസ്. ഒരു ക്ലാസ്സിൽ 100 പിള്ളേരുണ്ട്. അതിൽ ബോയ്സും ഗേൾസും ആയിട്ട് 2 ഗ്രൂപ്പായിട്ട് സെപ്പറേറ്റ് ചെയ്ത് വെക്കുകയാണ്. സോ തന്നിരിക്കുന്നത് നമ്മൾ എടുത്തെഴുതി n. ടോട്ടൽ n കൊണ്ട് ഡിനോട്ട് ചെയ്തു. സ്റ്റുഡൻസിൻ്റെ എണ്ണം 100. ഇനി ഫസ്റ്റ് ഗ്രൂപ്പ് ബോയ്സും സെക്കൻഡ് ഗ്രൂപ്പ് ഗേൾസും ആയിട്ട് നമുക്ക് എടുക്കാം. പിന്നെ നമുക്ക് എന്താ ക്വസ്റ്റ്യൻ തന്നേക്കുന്നത്? 100 സ്റ്റുഡൻസിൻ്റെ ആവറേജ് മാർക്ക് തന്നിട്ടുണ്ട്. അതായത് എക്സ് ബാറിൻ്റെ വാല്യൂ. എക്സ് ബാർ എത്രയാണ്? 58. ഇനി എന്താ തന്നിരിക്കുന്നത്? ദി ആവറേജ് മാർക്ക് ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ് ആർ റെസ്പെക്റ്റീവ്ലി 55 ആൻഡ് 60 അല്ലേ? അപ്പം ബോയ്സിനെ നമ്മൾ ഫസ്റ്റ് സെറ്റായിട്ട് കൺസിഡർ ചെയ്യുവാണ്, ഗേൾസിനെ നമ്മൾ സെക്കൻഡ് സെറ്റായിട്ട് കൺസിഡർ ചെയ്യുവാണ്. അപ്പോൾ ഫസ്റ്റ് സെറ്റിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള മീൻ എന്താണ്? x1 ബാർ. അപ്പോൾ x1 ബാർ 55, x2 ബാർ 60. ഇത്രയും കാര്യം നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പ്രൊപ്പോർഷനാണ്. ആ ക്ലാസ്സിലെ ഗേൾസിൻ്റെയും ബോയ്സിൻ്റെയും പ്രൊപ്പോർഷനാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്ക് എന്താ അറിയാം? കമ്പൈൻ മീൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അറിയാം. എന്താ? എക്സ് ബാർ ഈക്വൽ ടു n1 x1 ബാർ പ്ലസ് n2 x2 ബാർ ബൈ n1 പ്ലസ് n2. അപ്പോൾ ഇതിലേക്ക് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേന് നമുക്ക് n1ൻ്റെ n2ൻ്റെ വാല്യൂസ് കിട്ടും. പക്ഷേ ഫസ്റ്റിൽ നമുക്ക് ഈ n എന്ന് പറയുന്നത് എന്താ? n1 പ്ലസ് n2 ആണ് n എന്ന് പറയുന്നത്. ടോട്ടൽ 100 നമുക്ക് കിട്ടി. അപ്പം ഒന്നുകിൽ നമുക്ക് ഇവിടെ നിന്ന് n1ൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. എന്ത് കിട്ടും? 100 മൈനസ് n2 കിട്ടും. അല്ലെങ്കിൽ n2ൻ്റെ വാല്യൂ എടുക്കുക. n2ൻ്റെ വാല്യൂ എങ്ങനെ കിട്ടും? ഇവിടെ നിന്ന് n2 ഈക്വൽ ടു 100 മൈനസ് n1. അപ്പം ഏതെങ്കിലും ഒരു വാല്യൂ എടുക്കുക. ഒന്നെങ്കിൽ ഈ വാല്യൂ എടുക്കുക, അല്ലെങ്കിൽ ഈ വാല്യൂ എടുക്കുക. എന്നിട്ട് ഈ ഇക്വേഷൻ്റെ അകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം എക്സ് ബാറിൻ്റെ വാല്യൂ ഇനി കിട്ടിയത് 58 ഈക്വൽ ടു n1 x1 ബാർ എന്ന് വരുമ്പോൾ ഞാൻ ഈ n1ൻ്റെ സ്ഥാനത്തേക്ക് ഈ വാല്യൂ എടുക്കുക, അല്ലെങ്കിൽ n1ൻ്റെ സ്ഥാനത്തേക്ക് n1 കൊടുത്തു. x1 ബാറിൻ്റെ വാല്യൂ 55 പ്ലസ് n2ൻ്റെ സ്ഥാനത്തേക്ക് ഈ വാല്യൂ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു 100 മൈനസ് n1. x2 ബാറിൻ്റെ വാല്യൂ 60 ബൈ n1 പ്ലസ് n2 100 ആണ്. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി ഞാനിതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെ വരും? 5800 ഈക്വൽ ടു n1 ഇൻറ്റു 55 പ്ലസ് ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം 6000 മൈനസ് 60 n1 എന്ന് കിട്ടി. ഇനി ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെ കിട്ടി? -5 n1 കിട്ടി. ഇനി 5800 മൈനസ് 6000, അതായത് പ്ലസ് ആയിരുന്നു, ഈക്വൽ ടു ഇപ്പോഴത്തേക്ക് വന്നപ്പോഴത്തേനും അത് മൈനസ് ആയി. അപ്പോൾ എങ്ങനെ കിട്ടി? -200 ഈക്വൽ ടു -5 n1. ഇവിടെ മൈനസ് ഉണ്ട്, ഇവിടെ മൈനസ് ഉണ്ട്, ക്യാൻസലായി. സോ n1 ഈക്വൽ ടു 200/5. സോ നമുക്ക് n1ൻ്റെ വാല്യൂ 14 കിട്ടി. ഇനി n2ൻ്റെ വാല്യൂ കണ്ടുപിടിക്കണ്ടേ? എങ്ങനെയാ? n2 ഈക്വൽ ടു 100 മൈനസ് n1 ആയിരുന്നോ? അപ്പം 100 മൈനസ് n1ൻ്റെ വാല്യൂ 40. സോ n2ൻ്റെ വാല്യൂ 16 കിട്ടി. അപ്പോൾ നമുക്ക് n1ൻ്റെ വാല്യൂ 14ഉം n2ൻ്റെ വാല്യൂ 16 കിട്ടി. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? പ്രൊപ്പോർഷനാണ് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെ പ്രൊപ്പോർഷൻ കണ്ടുപിടിക്കുന്നത്? 40/100 ഈസ് ടു 60/100. ഇനി ഇതിനെ ഒന്ന് സോൾവ് ചെയ്തെടുക്കുകയാണ്. സോൾവ് ചെയ്യുമ്പം 0 0 ക്യാൻസലായി. ഇനി ഇവിടെ 2 1 ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എങ്ങനെ വന്നു? ഇവിടെ 4ൽ 2, 10ൽ 5, ഇവിടെ 3 5. അപ്പം നമുക്ക് എങ്ങനെ കിട്ടി? 2:3 എന്ന് കിട്ടി. അപ്പം പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് 2:3. അപ്പോൾ ഇതിലെ ആൻസർ ഏതാ? ഓപ്ഷൻ ബി ആണ് ആൻസർ. അപ്പം നമ്മൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതെങ്ങനെയാണ് ചെയ്തതെന്ന് ഒന്നുകൂടെ പറയാം. നമ്മൾ തന്നിരിക്കുന്ന കാര്യങ്ങൾ ആദ്യം എടുത്തെഴുതി.
ടോട്ടൽ ഒബ്സർവേഷൻസ് 100, അപ്പോൾ n കൊണ്ട് ഡിനോട്ട് ചെയ്തു. പിന്നെ മീൻ എന്ന് പറയുന്നത് 58, എക്സ് ബാർ കൊണ്ട് ഡിനോട്ട് ചെയ്തു. ഇനി ഫസ്റ്റ് ഗ്രൂപ്പിൻ്റെ അതായത് ബോയ്സിൻ്റെ ആവറേജ് മീൻ തന്നിട്ടുണ്ട്. അപ്പോൾ x1 ബാർ 55, x2 ബാർ ഗേൾസിൻ്റെ ആവറേജ് x2 ബാർ 60 എന്ന് കിട്ടി. ഇനി നമ്മൾ ചെയ്യുന്നത് നമുക്കറിയാവുന്ന ഇക്വേഷനാണ് കമ്പൈൻ മീൻ കണ്ടുപിടിക്കാനുള്ള എക്സ് ബാർ ഈക്വൽ ടു n1 x1 ബാർ പ്ലസ് n2 x2 ബാർ ബൈ n1 പ്ലസ് n2. ഇനി ഈ ഇക്വേഷനിലേക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞത് n1 പ്ലസ് n2 100 ആണ് തന്നിട്ടുണ്ട്. അപ്പം ഒന്നെങ്കിൽ n1നും n2 ഇതിനെ n1ൻ്റെ ടൈംസിലേക്ക് ആക്കുക, അല്ലെങ്കിൽ n2ൻ്റെ ടൈംസിലേക്ക് ആക്കുക, എങ്കിലേ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് n1 ഈക്വൽ ടു 100 മൈനസ് n2 നീട്ടി. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ n1ൻ്റെ സ്ഥാനത്തേക്ക് ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അല്ലെങ്കിൽ n2 എന്ന് പറയുന്നത് 100 മൈനസ് n1 ആണ്. അപ്പോൾ n2ൻ്റെ സ്ഥാനത്തേക്ക് ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇത് രണ്ടിൽ നിന്ന് ഏത് വാല്യൂ വേണേലും എടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്താക്കുന്നത് n2 ഈക്വൽ ടു 100 മൈനസ് n1 ആണ്. അപ്പം n1ൻ്റെ സ്ഥാനത്ത് വന്നപ്പോഴത്തേനും n1 അതേപടി എഴുതി, എന്നിട്ട് ബാക്കിയുള്ള വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ് ഇവിടെ ചെയ്തത്. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുവാണ് ചെയ്യുന്നത്. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തെടുത്തു. അപ്പോൾ നമുക്ക് ഈ ഒരു ഇക്വേഷൻ കിട്ടി. ഇനി ഇത് നമ്മൾ റീഅറേഞ്ച് ചെയ്തെടുത്ത് എഴുതുകയാണ് ചെയ്യുന്നത്. കോൺസ്റ്റൻറ്റിനെ ഒന്നിച്ചാക്കി എഴുതി, ഒരേ ടൈം വരുന്നതിന് ഒന്നിച്ചാക്കി എഴുതി. ഇനി അതിനുശേഷം അതിനെ സോൾവ് ചെയ്തു. അപ്പം നമുക്ക് n1ൻ്റെ വാല്യൂ നമുക്ക് കിട്ടി. എന്ത് കിട്ടി? 14 നമുക്ക് ആൻസർ കിട്ടി. അപ്പം n1ൻ്റെ വാല്യൂ കിട്ടിയിട്ടുണ്ടെങ്കിൽ n2ൻ്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാം? n2 ഈക്വൽ ടു 100 മൈനസ് n1. അങ്ങനെ നമുക്ക് n2ൻ്റെ വാല്യൂ കിട്ടി. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്തായിരുന്നു? n1ൻ്റെ n2ൻ്റെ വാല്യൂ അല്ല നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, പ്രൊപ്പോർഷനാണ് കണ്ടുപിടിക്കേണ്ടത്. സോ പ്രൊപ്പോർഷൻ കണ്ടുപിടിക്കാനായിട്ട് n1 എന്ന് പറയുന്നത് 40 ആണ് ഔട്ട് ഓഫ് 100. അപ്പം 40 ഔട്ട് ഓഫ് 100 എന്ന് പറയുമ്പോൾ 40/100 ഈസ് ടു 60/100. ഇതിനെ സോൾവ് ചെയ്തെടുത്ത് കഴിയുമ്പോൾ നമുക്ക് 2:3 എന്നുള്ള ആൻസറിലേക്ക് കിട്ടി. അപ്പോൾ നമ്മുടെ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് ആൻസർ, 2:3. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ച ടോപ്പിക്കിനെ ബേസ് ചെയ്ത് 2 ഹോംവർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: മീൻ മാർക്ക് ഓഫ് 100 സ്റ്റുഡൻസ് വാസ് ഫൗണ്ട് ടു ബി 40. ലേറ്റർ ഓൺ ഇറ്റ് വാസ് ഡിസ്കവേർഡ് ദാറ്റ് one value that was read as 83 instead of 53. Find the corrected mean. അപ്പോൾ corrected mean കണ്ടുപിടിക്കാനാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഓപ്ഷൻ എ 37, ഓപ്ഷൻ ബി 39.7, ഓപ്ഷൻ സി 41 ആൻഡ് ഓപ്ഷൻ ഡി 38. ഇനി അടുത്തത് സെക്കൻഡ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ ഇതാണ്: the mean annual salary paid to all employees of a company was rupees 5,000. The mean annual salaries paid to male and female employees were rupees 5,200 and rupees 4,200 respectively. Determine the percentage of male and female employees in the company. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മെയിൽ എംപ്ലോയീസിൻ്റെയും ഫീമെയിൽ എംപ്ലോയീസിൻ്റെയും പെർസെൻറ്റേജ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഓപ്ഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഓപ്ഷൻ എ 80% and 20%, option B 50% and 50%, C 60% and 40%, and option D 30% and 70%. മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയിൽ അരിത്മെറ്റിക് മീനിനെ കുറിച്ച് നമ്മൾ പഠിച്ചിരുന്നു. ഇനി അടുത്ത് നമുക്ക് മീഡിയനിലേക്ക് പോകാം. മീഡിയൻ എന്ന് വേണ്ടി തന്നെയുണ്ട് സെൻട്രൽ വാല്യൂ അല്ലേ. അപ്പം മീഡിയൻ നമ്മൾ കണ്ടുപിടിക്കും. നമുക്കിപ്പം കുറച്ച് ഒബ്സർവേഷൻസ് തന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒബ്സർവേഷൻസിനെ നമ്മൾ അസെൻഡിങ് ഓർഡറിൽ എഴുതുക, ചെറുതിൽ നിന്ന് വലുതിലേക്ക്, അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ എഴുതുക, വലിയ വാല്യൂവിൽ നിന്ന് ചെറിയ വാല്യൂവിലേക്ക്. അതിനുശേഷം അതിൻ്റെ സെൻറ്ററിൽ വരുന്ന വാല്യൂ ആണ് മീഡിയൻ എന്ന് പറയുന്നത്. ഇപ്പം നോക്കാം, ഒബ്സർവേഷൻസിൻ്റെ ടോട്ടൽ നമ്പർ എന്ന് പറയുന്ന ഓഡ് നമ്പർ ആണെങ്കിൽ n ഈക്വൽ ടു 2m+1, അങ്ങനെയാണെങ്കിൽ m+1th ഒബ്സർവേഷൻ ആയിരിക്കും ആ ഒബ്സർവേഷൻ്റെ മീഡിയൻ എന്ന് പറയുന്നത്. ഇനി ഈവൻ ആണെങ്കിൽ n ഈക്വൽ ടു 2m. അപ്പം ഈവൻ ആണെങ്കിൽ 2 മീഡിയൻ ഉണ്ടായിരിക്കും. അപ്പം അങ്ങനെ വന്നു കഴിയുമ്പം n ഈക്വൽ ടു 2m, അങ്ങനെയാണെങ്കിൽ mth ടേമും m+1th ടേമും ആയിരിക്കും സെൻട്രൽ പൊസിഷനിൽ വരുന്നത്. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മൾ അതിൻ്റെ അരിത്മെറ്റിക് മീൻ എടുക്കുക, അതായത് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുന്നു, ഡിവൈഡ് ബൈ 2 ചെയ്യുക, അതായിരിക്കും ആ ഒബ്സർവേഷൻ്റെ മീഡിയൻ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോകാം. അപ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: ഫൈൻഡ് മീഡിയൻ. ഒബ്സർവേഷൻസ് 8, 20, 50, 25 ആൻഡ് 15. അപ്പം നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്? അസെൻഡിങ് ഓർഡറിൽ എഴുതണം. അപ്പം ഇതിൽ ചെറിയ വാല്യൂ ഏതാ? 8. അപ്പം 8 ഫസ്റ്റ് എഴുതി. സെക്കൻഡ്, പിന്നെ 8നെക്കാട്ടിലും വലുത് വരുന്നത് 15, പിന്നെ 20, 25, 50. അങ്ങനെ നമ്മൾ അസെൻഡിങ് ഓർഡറിൽ എഴുതി. അപ്പം ടോട്ടൽ എത്ര ഒബ്സർവേഷൻസ് ഉണ്ട്? n ഈക്വൽ ടു 5 ആണ്. 5 ഒന്നെങ്കിൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? n/2 ചെയ്യുക. n/2 ചെയ്യുമ്പോൾ എത്ര കിട്ടി? 5/2 വിച്ച് ഈസ് ഈക്വൽ ടു
2.5. അപ്പം ഈ 0.5 കൂടുതൽ വാല്യൂസ്, അതായത് 2.6 ഇങ്ങനെയുള്ള വാല്യൂവിനെ നമ്മൾ അപ്രോക്സിമേറ്റ് വാല്യൂ ആയിട്ട് 3 എടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം 2.4 ആയിരുന്നെന്ന് വെക്കുക. 2.4 ആണെങ്കിൽ അപ്രോക്സിമേറ്റ് ചെയ്യുമ്പം 2 ആയിരിക്കും വരുന്നത്. അപ്പോൾ അപ്രോക്സിമേഷൻ്റെ അകത്ത് ശ്രദ്ധിക്കുക, 0.5ഉം 5ൽ കൂടുതലുമാണെങ്കിൽ നമ്മൾ അടുത്ത വാല്യൂവിലേക്ക് നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. 0.5ൽ കുറവാണ്, അതായത് 4 വരെയുള്ള വാല്യൂസ് ആണ് എങ്കിൽ അതിൻ്റെ പുറകിലത്തെ വാല്യൂവിലേക്കായിരിക്കും നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്യുന്നത്. സോ അപ്പോൾ നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്തപ്പോൾ എത്ര കിട്ടി? 3. അപ്പോൾ എന്നെ ചെയ്യണം? ഇവിടെ നിന്ന് എണ്ണുക. ഫസ്റ്റ് ഇത് സെക്കൻഡ് പൊസിഷനിൽ വരുന്ന വാല്യൂ, ഇത് തേർഡ് പൊസിഷനിൽ വരുന്ന വാല്യൂ ഇത്. അപ്പം തേർഡ് പൊസിഷനിൽ വരുന്ന വാല്യൂ ആയിരിക്കും ഈ ഒബ്സർവേഷൻ്റെ മീഡിയൻ എന്ന് പറയുന്നത്. അപ്പം മീഡിയൻ ഈക്വൽ ടു 20 നമുക്ക് കിട്ടി. ഇങ്ങനെയാണ് ഒരു മെത്തേഡ് കണ്ടുപിടിക്കുന്നത്. ഈ രീതി കണ്ടുപിടിക്കുകയാണെങ്കിൽ എങ്ങനെ ചെയ്യാം? അപ്പം n ഓഡാണ്, അപ്പോൾ ഈ ഇക്വേഷനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെ വരും? m+1 ഒബ്സർവേഷൻ ആണ് ഇതിൻ്റെ മീഡിയൻ എന്നാണ് പറഞ്ഞത്. അപ്പം n എന്ന് പറയുന്നത് n ഈക്വൽ ടു 2m+1 ആണ് ഇക്വേഷൻ. സോ എന്നിൻ്റെ വാല്യൂ എത്രയാ? 5 ഈക്വൽ ടു 2m+1. ഇവിടെ നിന്ന് എമ്മിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. അപ്പോൾ എങ്ങനെ വന്നു? ഈ 1ന് ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നപ്പം 5 - 1 ഈക്വൽ ടു 2m. ഇതെന്ന് പറയുന്നത് എന്നാ? 4 ഈക്വൽ ടു 2m വിച്ച് ഈസ് ഈക്വൽ ടു 4/2. 4/2 നമുക്ക് 2 നീട്ടി, അതായത് എമ്മിൻ്റെ വാല്യൂ നമുക്ക് 2 നീട്ടി. അപ്പം എമ്മിൻ്റെ വാല്യൂ 2 നീട്ടി. അപ്പോൾ എങ്ങനെ വരുന്നത്? n ഈക്വൽ ടു 2m+1ൽ m+1 ഒബ്സർവേഷൻ ആണ് മീഡിയൻ എന്ന് പറയുന്നത്. അപ്പം എമ്മിൻ്റെ വാല്യൂ കിട്ടി. അപ്പോൾ m+1 എന്ന് പറയുമ്പോൾ എത്ര വരുന്നു? 2+1 വിച്ച് ഈസ് ഈക്വൽ ടു 3. അപ്പോൾ തേർഡ് പൊസിഷനിലെ വാല്യൂ ഏതാണോ അതായിരിക്കും ഈ ഒബ്സർവേഷൻ്റെ മീഡിയൻ എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് നമ്മൾ ഒബ്സർവേഷൻസ് മാത്രം വരുമ്പോൾ, അതായത് ഇൻഡിവിജ്വൽ സീരീസ് അല്ലേ, ഒബ്സർവേഷൻസ് മാത്രമാണ്. അപ്പോൾ ഇൻഡിവിജ്വൽ സീരീസിൻ്റെ മീഡിയൻ നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇനി ഡിസ്ക്രീറ്റ് സീരീസ് തരുമെന്ന് വിചാരിച്ചോ. ഡിസ്ക്രീറ്റ് കേസിൽ എക്സ് വാല്യൂ എഫും ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇത്രേ ക്വസ്റ്റ്യനിലുള്ളൂ, ഈ പാർട്ട് ക്വസ്റ്റ്യനിലില്ല കേട്ടോ. എക്സും എഫും ആണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ വന്നിരിക്കുന്നത്. അപ്പം എക്സ് വാല്യൂസ് തന്നിരിക്കുന്ന 1 to 9 വരെയും അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസിയും നമുക്ക് തന്നിട്ടുണ്ട് 8 തൊട്ട് 6 വരെ. അപ്പോൾ ടോട്ടൽ 120 നമുക്ക് കിട്ടി. അപ്പം മീഡിയൻ നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ ഫസ്റ്റ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിക്കണം. അതാണ് ഞാൻ CF എന്ന് എഴുതിയേക്കുന്നത്. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയുടെ ഷോർട്ട് ഫോമാണ് CF എന്ന് എഴുതിയേക്കുന്നത്. സോ നമുക്ക് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. അപ്പം ഫ്രീക്വൻസിനെ കൺസിഡർ ചെയ്യുക ഫസ്റ്റ്. അപ്പം ഫസ്റ്റ് വണ്ണിൻ്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ആ ഫ്രീക്വൻസി തന്നെയാണ് എഴുതുന്നത്. ഇനി സെക്കൻഡ് വണ്ണിൻ്റെ കണ്ടുപിടിക്കുമ്പോൾ ഈ 10 ഈ 8 കൂടെ ആഡ് ചെയ്യുന്നു, 18. ഈ അടുത്തത് ചെയ്യുമ്പോൾ എങ്ങനെ വരും? ഈ 18നോട് ഇതിൻ്റെ 11 ഈ ഫ്രീക്വൻസി ആഡ് ചെയ്യുന്നു, 29. അങ്ങനെ ആഡ് ചെയ്ത് വരുവാണ് ഇവിടെ ചെയ്യുന്നത്. എനിക്ക് ശ്രദ്ധിക്കുക, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ ലാസ്റ്റ് ടൈമിൻ്റെ, അതായത് 9th ഒബ്സർവേഷൻ അല്ലേ ഇവിടുത്തെ ലാസ്റ്റ് ടൈം. അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് ടൈമിൻ്റെ വാല്യൂ എത്രയാണ്? 120. ഈ 120 ആണോ ഈ ടോട്ടൽ ഫ്രീക്വൻസിയുടെ സമ്മെന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി സെയിം ആയിരിക്കും. ഇനി ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി നമ്മൾ കണ്ടുപിടിച്ചു, നമുക്ക് മീഡിയൻ ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. മീഡിയൻ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ n/2 കണ്ടുപിടിക്കുക. n എന്ന് പറയുന്നത് എന്താ? ഫ്രീക്വൻസിയുടെ ടോട്ടൽ സമ്മ എത്രയാ? 120. 120/2 ചെയ്തപ്പോൾ എത്ര കിട്ടി? 60 കിട്ടി ഇല്ലേ. n/2ൻ്റെ വാല്യൂ നമുക്ക് 60 കിട്ടി. ഇനി നമ്മൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കൺസിഡർ ചെയ്യുക. ഇവിടെ നോക്കിക്കേ, ഇവിടുത്തെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി 45, പിന്നെ 5ൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി 65 ആണ്. അപ്പോൾ നമുക്കിവിടെ n/2 കിട്ടിയത് 60 ആണ്. അതായത് 60 ഉൾക്കൊള്ളുന്ന ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി വാല്യൂ വരുന്ന ഏതാണോ ആ ഇൻ്റർവെൽ കൺസിഡർ ചെയ്യുക. അപ്പോൾ ആ ഇൻ്റർവെൽ കൺസിഡർ ചെയ്യുമ്പോൾ ഏതാ വരുന്നത്? ഇതല്ലേ വരുന്നത്. ഇവിടെ 45 ആണ്, 60യെക്കാട്ടിലും വളരെ ചെറിയ വാല്യൂ ആണ്. ഇത് 65, അത് 60യെക്കാട്ടിലും കൂടുതലാണ്, പക്ഷേ 60 അതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. അതുകൊണ്ട് ഇതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. 60നെക്കാട്ടിലും കൂടുതൽ വരുന്നത് നിങ്ങൾ കൺസിഡർ ചെയ്യുക. അപ്പം അത് കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത്, അതായത് ഇത് തന്നെ നമ്മൾ മീഡിയൻ ക്ലാസ് എന്ന് പറയും. അപ്പം മീഡിയൻ ക്ലാസ് എന്ന് പറയുന്നത് ഇത് കിട്ടി. അത് നമ്മളെങ്ങനെ കണ്ടുപിടിക്കുന്നത്? n/2 കണ്ടുപിടിച്ചു, നമുക്ക് 60 കിട്ടി. അപ്പം 60 ഉൾക്കൊള്ളുന്ന ക്ലാസ് ഏതാണോ അത് കൺസിഡർ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ എക്സ് വാല്യൂ നോക്കുക. ഇതായിരിക്കും ഈ ഡിസ്ട്രിബ്യൂഷൻ്റെ മീഡിയൻ എന്ന് പറയുന്നത്. സോ മീഡിയൻ എന്ന് പറഞ്ഞ് എടുത്ത് എഴുതേണ്ടത് എക്സ് വാല്യൂ ആണ്. അപ്പം ആ മീഡിയൻ ക്ലാസിൻ്റെ എക്സ് വാല്യൂ 5. സോ ഈ ഡിസ്ട്രിബ്യൂഷൻ്റെ മീഡിയൻ എന്ന് പറയുന്നത് 5 ആയിരിക്കും. മനസ്സിലായെന്ന് തോന്നുന്നു. ഫസ്റ്റ് മീഡിയൻ കണ്ടുപിടിക്കുമ്പോൾ ജസ്റ്റ് ഇൻഡിവിജ്വൽ സീരീസ് ആണെങ്കിൽ നമ്മൾ അസെൻഡിങ് ഓർഡറിൽ എഴുതിയിട്ട് സെൻട്രൽ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. അല്ല എങ്കിൽ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിക്കുക, ദെൻ n/2 കണ്ടുപിടിക്കുക. എന്നിട്ട് ആ n/2ൻ്റെ വാല്യൂ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആയിട്ട് കമ്പയർ ചെയ്യുക. ദെൻ മീഡിയൻ ക്ലാസ് കിട്ടും. ആ മീഡിയൻ ക്ലാസ് കിട്ടിക്കഴിയുമ്പോഴത്തേനും അതിലെ എക്സ് വേരിയബിൾ ആയിരിക്കും ആ ഡിസ്ട്രിബ്യൂഷൻ്റെ മീഡിയൻ എന്ന് പറയുന്നത്. നമുക്കിനി മീഡിയൻ കണ്ടിന്യൂസ് കേസിൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്ന് നോക്കാം.
കണ്ടിന്യൂസ് കേസ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഇക്വേഷൻ ഉണ്ട്. മീഡിയൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്. മീഡിയൻ ഈക്വൽ ടു L പ്ലസ് n/2 മൈനസ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ബൈ F ഇൻറ്റു C. ഇനി L എന്ന് പറയുന്നത് എന്താ? ലോവർ ലിമിറ്റ് ഓഫ് ദി മീഡിയൻ ക്ലാസ്. ഫസ്റ്റ് നമ്മൾ മീഡിയൻ ക്ലാസ് കണ്ടുപിടിക്കണം, അതിനുശേഷം ആണ് നമ്മളിത് കണ്ടുപിടിക്കുന്നത് കേട്ടോ. അപ്പം L എന്ന് പറയുന്നത് ലോവർ ലിമിറ്റ് ഓഫ് ദി മീഡിയൻ ക്ലാസ് ആണ്. N എന്ന് പറയുന്നത് ഫ്രീക്വൻസിയുടെ ടോട്ടൽ സമ്മാണ്. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിച്ച മീഡിയൻ ക്ലാസ് ഉണ്ടല്ലോ, അതിൻ്റെ തൊട്ട് മുന്നത്തെ ക്ലാസ്സിൻ്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയാണ് ഇവിടുത്തെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആയിട്ട് എടുക്കുന്നത്. ഇനി ഫ്രീക്വൻസി എന്ന് പറയുന്നത് നമ്മുടെ മീഡിയൻ ക്ലാസ്സിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസി ആയിരിക്കും. C എന്ന് പറയുന്നത് ക്ലാസ് വിഡ്ത്ത്. ക്ലാസ് വിഡ്ത്തിൻ്റെ ലെങ്ത് എത്രയാണോ അതാണ് C കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. സോ ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഇതാണെന്ന് വിചാരിക്കുക, നമുക്ക് തന്നിരിക്കുന്ന ക്ലാസ് ഫ്രീക്വൻസി. ഇപ്പോൾ നമ്മൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി നമ്മൾ ഫസ്റ്റ് കണ്ടുപിടിക്കുന്നു, അതിനുശേഷം മീഡിയൻ ക്ലാസ് കണ്ടുപിടിച്ചു. അപ്പോൾ മീഡിയൻ ക്ലാസ് ആയിട്ട് നമുക്ക് കിട്ടിയേക്കുന്നത് ഇതാണ്. അങ്ങനെയാണെങ്കിൽ ഇതിലെ L എന്ന് പറയുന്നത് ഏതാ? മീഡിയൻ ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റ് 30 വരും. ഇനി ടോട്ടൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഇതിൻ്റെ ടോട്ടൽ 90 ആയിരിക്കും ടോട്ടൽ ഫ്രീക്വൻസി എന്നിൻ്റെ സ്ഥാനത്ത് വരിക. ഇനി ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഏതാന്ന് പറഞ്ഞത്? ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഓഫ് ദ ക്ലാസ് ജസ്റ്റ് പ്രിസീഡിങ് ദ മീഡിയൻ ക്ലാസ്. സോ മീഡിയൻ ക്ലാസ് ഇതാണ്. അപ്പോൾ അതിൻ്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഇതിൻ്റെ മുന്നത്തെ ക്ലാസ്സിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. അപ്പോൾ ഇവിടെ എത്രയാണ്? 40. അപ്പോൾ ഇവിടെ വരുന്നത് 40. ഇനി ഫ്രീക്വൻസി എന്ന് പറയുന്നത് മീഡിയൻ ക്ലാസ്സിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസി. അപ്പോൾ ഇവിടെ 23. ക്ലാസ് വിഡ്ത്ത് C എന്ന് പറയുന്നത് എത്രയാണ്? 30 to 40 ആണ്. അപ്പോൾ എത്രയാണ് വിഡ്ത്ത്? 10. അപ്പോൾ ഇങ്ങനെയാണ് വാല്യൂസ് കണ്ടുപിടിക്കുന്നത്. ഇനി നമുക്ക് മീഡിയനെ നമുക്ക് ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയിൽ നമ്മൾ മീഡിയനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, അതായത് ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഒജീവ് വെച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ ലെസ് ദാൻ ഒജീവും ഗ്രേറ്റർ ദാൻ ഒജീവും വരയ്ക്കുക. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, എക്സ് ആക്സിസും വൈ ആക്സിസും. അപ്പം ലെസ് ദാൻ ഒജീവ് വരച്ചു, ഗ്രേറ്റർ ദാൻ ഒജീവും വരച്ചു. ഈ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റ് ഉണ്ടല്ലോ, ഈ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻറ്റിനെ നമ്മൾ എക്സ് ആക്സിസിലേക്ക് നേരെ കണക്ട് ചെയ്യുക. ആ എക്സ് ആക്സിസിൽ ഈ പോയിൻ്റ് എത്രയാണോ ആ പോയിൻ്റ് ആയിരിക്കും ആ ഡിസ്ട്രിബ്യൂഷൻ്റെ മീഡിയൻ എന്ന് പറയുന്നത്. സോ മീഡിയൻ മാത്രമാണ് നമുക്ക് ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഒജീവ് വഴിയാണ് നമ്മൾ മീഡിയനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഗ്രാഫിക്കലി മീഡിയനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന കാര്യം ഓർത്തിരിക്കുക. ലെസ് ദാൻ ഒജീവും ഗ്രേറ്റർ ദാൻ ഒജീവും വരയ്ക്കുക. ആ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻറ്റിനെ എക്സ് ആക്സിസിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുന്നു. ആ എക്സ് ആക്സിസിലെ പോയിൻ്റ് ഏതാണോ അതാണ് മീഡിയൻ എന്ന് പറയുന്നത്. സോ കണ്ടിന്യൂസ് കേസിൽ കണ്ടുപിടിക്കാനായിട്ട് ഈ ഇക്വേഷനാണ് യൂസ് ചെയ്യുന്നത്. ഓർത്തിരിക്കുക, മീഡിയൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ L പ്ലസ് n/2 മൈനസ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ബൈ F ഇൻറ്റു C. ഇനി PSC ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്: ദ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് 2 ഒജീവ്സ് ഈസ് അറ്റ് ഓപ്ഷൻ എ തന്നിരിക്കുന്ന മോഡ്, ഓപ്ഷൻ ബി മീഡിയൻ, ഓപ്ഷൻ സി അരിത്മെറ്റിക് മീൻ ആൻഡ് ഓപ്ഷൻ ഡി ഫോർത്ത് ഡിസൈൽ. പറഞ്ഞു മീഡിയനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒജീവ് വെച്ചിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതാ? മീഡിയൻ. സോ ദ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് 2 ഒജീവ്സ് ഈസ് അറ്റ് മീഡിയൻ. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന മോഡ്. അപ്പം മോഡ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്നുള്ളത്, മോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒബ്സർവേഷൻസ് തന്നിരിക്കുക. അപ്പോൾ ഒബ്സർവേഷൻസ് തന്നിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ടൈം റിപ്പീറ്റ് ചെയ്തേക്കുന്ന വാല്യൂ ഏതാണോ അതായിരിക്കും ആ ഡിസ്ട്രിബ്യൂഷൻ്റെ മോഡ് എന്ന് പറയുന്നത്. അപ്പം ഇപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കുകയാണ്, ഫൈൻഡ് മോഡ് 23, 35, 28 ഒബ്സർവേഷൻസ് ഇതാണ് തന്നിരിക്കുന്നത്. സോ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അസെൻഡിങ് ഓർഡറിൽ എഴുതുക. അസെൻഡിങ് ഓർഡറിൽ എഴുതുമ്പം ചില ഒബ്സർവേഷൻസ് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടാവും. ആ റിപ്പീറ്റ് ചെയ്തേക്കുന്ന നമ്പേഴ്സ് അതേപടി എഴുതിയിരിക്കണം. അപ്പോൾ ഞാൻ അസെൻഡിങ് ഓർഡറിൽ എഴുതിയേക്കുവാണ്. അപ്പോൾ ഇതിലെ ലോവസ്റ്റ് വാല്യൂ 23 ആണ്. അപ്പോൾ ഫസ്റ്റ് നോക്കുക 23 എത്ര ടൈം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടെന്ന്. 2 ടൈംസ് ഉണ്ട്. അപ്പം 23. അപ്പോൾ അങ്ങനെ അസെൻഡിങ് ഓർഡറിൽ റിപ്പീറ്റ് ചെയ്ത വാല്യൂസ് അനുസരിച്ച് നമ്മൾ എഴുതിയേക്കുക. ഇനി നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഓരോ വാല്യൂസും എത്ര തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ്. 23 എത്ര തവണ റിപ്പീറ്റ് ചെയ്തു? 2 ടൈംസ്. 28 2 ടൈംസ്. ഇനി 35 4 ടൈംസ്. 42 2 ടൈംസ്. 53ഉം 62ഉം ഓരോ തവണ മാത്രമേ റിപ്പീറ്റ് ചെയ്തിട്ടുള്ളൂ. ഇനി ഇതിൽ നോക്കിക്കേ, ഏറ്റവും കൂടുതൽ ടൈം റിപ്പീറ്റ് ചെയ്തേക്കുന്ന ഏത് വാല്യൂ ആണ്? 35 4 ടൈംസ് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഡിസ്ട്രിബ്യൂഷൻ്റെ മോഡ് എന്ന് പറയുന്നത് 35 ആയിരിക്കും. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമുക്ക് ഒബ്സർവേഷൻസ് തന്നേക്കുക, ഒരു വാല്യൂ പോലും റിപ്പീറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ ആ ഡിസ്ട്രിബ്യൂഷന് മോഡ് ഇല്ല എന്നും പറയാം. അല്ല എങ്കിൽ ആ ഡിസ്ട്രിബ്യൂഷനിലെ ഓരോ വാല്യൂസും ആ ഡിസ്ട്രിബ്യൂഷൻ്റെ മോഡാണെന്ന് നമുക്ക് പറയാൻ പറ്റും. സോ ഇനി നമുക്ക് ഡിസ്ക്രീറ്റ് കേസിലേക്ക് പോകാം. അപ്പം സൈസ് നമ്പർ ഓഫ് ഐറ്റംസ് നമുക്ക് തന്നിട്ടുണ്ടാവും. അപ്പം സൈസ് നമ്പർ ഓഫ് ഐറ്റംസ് തന്നിട്ടുണ്ട്. അപ്പം ഇവിടെ നമ്മൾ എങ്ങനെ ചെക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ സൈസ് എന്ന് പറയുന്ന എക്സ് വേരിയബിൾ, നമ്പർ ഓഫ് ഐറ്റംസ് എന്ന് പറയുന്ന ഫ്രീക്വൻസി F കൊണ്ട് ഡിനോട്ട് ചെയ്തു. ഏത് ഫ്രീക്വൻസി ഏറ്റവും വലിയ വാല്യൂ ഏതാണെന്ന് നോക്കുക. ഇവിടുത്തെ വലിയ വാല്യൂ ഏതാ?
14. അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ് വാല്യൂ ആയിരിക്കും അതിൻ്റെ മോഡ് എന്ന് പറയുന്നത്. സോ മോഡ് ഈക്വൽ ടു 12 എന്ന് നമുക്ക് കിട്ടി. ഇനി നമുക്ക് കണ്ടിന്യൂസ് കേസിൽ എങ്ങനെ മോഡ് കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. അപ്പം മീഡിയം കണ്ടുപിടിക്കാനായിട്ട് കണ്ടിന്യൂസ് കേസ് നമുക്ക് ഒരു ഇക്വേഷൻ ഉണ്ടായിരുന്നേ, അതുപോലെ തന്നെ മോഡിലും കണ്ടിന്യൂസ് കേസ് നമുക്ക് ഇക്വേഷൻ ഉണ്ട്. അപ്പം ഫസ്റ്റ് മോഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്ക് നോക്കാം. മോഡ് ഈക്വൽ ടു എൽ പ്ലസ് F1 മൈനസ് F0 ബൈ 2F1 മൈനസ് F0 മൈനസ് F2 ഇൻറ്റു സി. ഇനി ഇതിലെ ഓരോ ടേംസും എന്താണെന്നുള്ളത് പറയാം. എൽ എന്ന് പറയുന്നത് ലോവർ ലിമിറ്റ്, അതായത് മോഡ് ക്ലാസ് നമ്മൾ ഫസ്റ്റ് കണ്ടുപിടിക്കും. എങ്ങനെയാ? ഇതുപോലൊക്കെ മോഡ് ക്ലാസ് നമ്മൾ കണ്ടുപിടിക്കും. ഈ ക്ലാസ് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ ലോവർ ലിമിറ്റാണ് എൽ എന്ന് പറയുന്നത്. ഇനി സി എന്ന് പറയുന്നത് ക്ലാസ് വിഡ്ത്ത് എത്രയാണോ അത് എഴുതാം. പിന്നെ F0 എന്ന് പറയുന്നത് ഇൻ കേസ് മോഡ് ക്ലാസ് എന്ന് പറയുന്നത് ഇതാണെന്ന് വിചാരിക്കുക. കണ്ടിന്യൂസ് കേസാണേ. അപ്പോൾ കണ്ടിന്യൂസ് കേസ് ഇത് 60 to 70 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ F0 എന്ന് പറയുന്നത് ഈ വാല്യൂ ആയിരിക്കും. മോഡ് ക്ലാസിൻ്റെ ജസ്റ്റ് മുകളിലുള്ള വാല്യൂവിൻ്റെ ഫ്രീക്വൻസി ആയിരിക്കാം. ഇനി F1 എന്ന് പറയുന്നത് മോഡ് ക്ലാസിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസി ആയിരിക്കും. F2 എന്ന് പറയുന്നത് മോഡ് ക്ലാസ്സിന് തൊട്ട് താഴത്തെ ക്ലാസിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസി ആയിരിക്കും. അങ്ങനെയാണ് F0, F1, F2നെ ഡിനോട്ട് ചെയ്താക്കുന്ന ഫ്രീക്വൻസീസ്. പിന്നെ സി എന്ന് പറയുന്ന ക്ലാസ് വിഡ്ത്ത്. അപ്പോൾ കണ്ടിന്യൂസ് കേസ് നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ഇതാണ്. മോഡ് ഈക്വൽ ടു എൽ പ്ലസ് F1 മൈനസ് F0 ബൈ 2F1 മൈനസ് F0 മൈനസ് F2 ഇൻറ്റു സി. ശ്രദ്ധിക്കുക, ഈ സി ഇതിന് മാത്രമാണ് കോമൺ വരുന്നത്, എല്ലിനെ ബാധിക്കുന്നില്ല. എൽ പ്ലസ് ദിസ് ടേം ഇൻറ്റു സി ആണ് വരുന്നത്. ഫസ്റ്റ് ഇത് സോൾവ് ചെയ്യുക, അതിനുശേഷം സി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി ഈ ഭാഗത്ത് നിന്ന് PC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് എംപിരിക്കൽ റിലേഷൻ ബിറ്റ്വീൻ മീൻ, മീഡിയൻ ആൻഡ് മോഡ്. അപ്പോൾ റിലേഷൻ ഇതാണ്. മീൻ മൈനസ് മോഡ് ഈക്വൽ ടു 3 ഇൻറ്റു മീൻ മൈനസ് മീഡിയൻ. ഇപ്പോൾ നമുക്ക് മീനും മീഡിയനും തന്നിട്ടുണ്ട്, എന്നിട്ട് മോഡ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇക്വേഷൻ്റെ അകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് മോഡിൻ്റെ വാല്യൂ കിട്ടും. അപ്പോൾ ശ്രദ്ധിക്കണം, ഈ 3 എന്ന് പറയുന്നത് ഈ രണ്ടിനും കോമൺ ആണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് മീൻ മൈനസ് മീഡിയൻ കാൽക്കുലേറ്റ് ചെയ്യുക, ആ കിട്ടുന്ന വാല്യൂവിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇത് രണ്ടിനും കോമൺ ആണ് 3 എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പം എംപിരിക്കൽ റിലേഷൻ ബിറ്റ്വീൻ മീൻ, മീഡിയൻ ആൻഡ് മോഡ് ഈസ് മീൻ മൈനസ് മോഡ് ഈക്വൽ ടു 3 ഇൻറ്റു മീൻ മൈനസ് മീഡിയൻ. ഇനി റിലേഷൻ ബിറ്റ്വീൻ മീൻ, മീഡിയൻ ആൻഡ് മോഡ്, ഇപ്പോൾ തമ്മിലുള്ള റിലേഷൻ. ഇതിപ്പോൾ നമ്മളൊരു ഡിസ്ട്രിബ്യൂഷൻ നിങ്ങൾക്ക് സംശയം എടുത്ത് നോക്കുക. ഒരു ഡിസ്ട്രിബ്യൂഷൻ എടുക്കുക, അതിൻ്റെ അരിത്തമെറ്റിക് മീനും മീഡിയനും മോഡും നിങ്ങൾ കണ്ടുപിടിക്കുക. അപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാം അരിത്തമെറ്റിക് മീൻ ആയിരിക്കും ഏറ്റവും വലുത്. അപ്പോൾ അരിത്തമെറ്റിക് മീൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മീഡിയൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മോഡ്. ഇതായിരിക്കും റിലേഷൻ ബിറ്റ്വീൻ അരിത്തമെറ്റിക് മീൻ, മീഡിയൻ ആൻഡ് മോഡ് തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയിലെ ലീസ്റ്റ് സ്റ്റേബിൾ ആയിട്ടുള്ള ആവറേജ് മോഡാണ്, മോർ സ്റ്റേബിൾ ആയിട്ടുള്ളത് മീനാണ്. അപ്പം ഈ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. എന്താ? എംപിരിക്കൽ റിലേഷൻ ബിറ്റ്വീൻ മീൻ, മീഡിയൻ ആൻഡ് മോഡ്. റിലേഷൻ ബിറ്റ്വീൻ എംപിരിക്കൽ റിലേഷനും മാറിപ്പോയരുത്. ഇത് രണ്ടും ഓർത്തിരിക്കുക. ഒപ്പം മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയിൽ ലീസ്റ്റ് സ്റ്റേബിൾ ആയിട്ടുള്ള ആവറേജ് മോഡും മോർ സ്റ്റേബിൾ ആയിട്ടുള്ളത് മീനുമായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്തൊക്കെയാണ് പഠിച്ചത്? കമ്പൈൻ മീൻ പഠിച്ചു, മീഡിയം പഠിച്ചു, മോഡ് പഠിച്ചു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ ഹാർമോണിക് മീനും ജോമെട്രിക് മീനും പഠിക്കാവുന്നതാണ്. താങ്ക് യു.